നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് വേനൽക്കാലം ആയത് കാരണം നമ്മുടെ മരങ്ങളിലും ചെടികളിലും പൂക്കളും ഇലകളും കൊഴിയുന്ന സമയമാണ്. പിന്നെ നമ്മുടെ അടുക്കള മാലിന്യം ഉണ്ട്. നമുക്ക് വേണ്ടാതെ വരുന്ന മുട്ടത്തോടോ പിന്നെ തേയിലക്കൊത്ത്, ബാക്കി കുറച്ച് പുല്ല്, ഇതെല്ലാം ഉപയോഗിച്ച് നമുക്കൊരു പൈസയും ചെലവാകാതെ നമ്മുടെ ജൈവവളം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കുണ്ടാക്കാം. അപ്പോഴത്തേക്കും ഈ വേനൽക്കാലത്ത് ചെടികളും പൂക്കളും പച്ചക്കറിയെല്ലാം നല്ലതുപോലെ തഴച്ച് ഒരു പൈസയും മുടക്കാതെ നല്ലതുപോലെ തഴച്ച് വളരും. കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ സാധനങ്ങൾ നമ്മുടെ മുറ്റം അടിച്ച് വരുന്ന ചവറ്, അല്ലെങ്കിൽ നമ്മുടെ ചെടികളിൽ നിന്ന് വീഴണത് ഇതെല്ലാം റംബൂട്ടാൻ്റെതും പച്ചക്കറിയുടെ പയറിൻ്റെ ഇലയും ഇതെല്ലാമാണ് വേസ്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇതൊരു കാർബൺ കണ്ടന്റാണ് കൂടുതലും. ഈ കരിയിലയിൽ അടങ്ങിയിരിക്കുന്ന കാർബണാണ്. അപ്പം നമുക്ക് വിഘടിക്കാൻ കുറച്ച് നൈട്രജനും കൂടെ വേണം. അതുകൊണ്ട് നമ്മൾ പുല്ലെടുത്തിട്ടുണ്ട്. കുറച്ച് പുല്ലും ഉപയോഗിക്കണം. ഇനി വേണ്ടത് നമ്മൾ അടുക്കളയിൽ ഈ 2 ദിവസം കൊണ്ട് ഉപയോഗിച്ച വേസ്റ്റുകൾ, പഴത്തൊലിയും ഉള്ളിത്തോലും എല്ലാം പച്ചക്കറിയുടെ വേസ്റ്റും ഉണ്ട്. പിന്നെ മുട്ടയുടെ തോട്, കുറച്ച് ദിവസം കൊണ്ടുള്ള മുട്ടയുടെ തോട്, കുറച്ച് മണ്ണ്, കഞ്ഞിവെള്ളം, ഇത്രയാണ് ഇതിനാവശ്യമുള്ള സാധനം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചാക്ക്. ഈ ചാക്കിൽ നമ്മൾ ആദ്യം മണ്ണാണ് ഇടേണ്ടത്. മണ്ണ് ആദ്യം ഇട്ടാൽ പെട്ടെന്ന് അത് പിടിക്കുകയും പെട്ടെന്ന് കമ്പോസ്റ്റായി മാറാനും സഹായിക്കും. അതുകൊണ്ട് നമ്മൾ ആദ്യം മണ്ണാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമ്മൾ വാരി വെച്ചേക്കുന്ന കരിയില നിരത്തി നല്ല കുത്തി അമർത്തി ഇത് മഞ്ഞളിന്റെ പേസ്റ്റാണ്. മഞ്ഞൾ എടുത്തിട്ടുള്ളത്. ഇതിനുശേഷം കുറച്ച് കഞ്ഞിവെള്ളം, വീണ്ടും കുറച്ച് മണ്ണ്, അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് കരിയിലിടാം. കൂടുതലും മഞ്ഞൾ വിളവെടുത്തതിൻ്റെ ഇലയും ആ വേസ്റ്റുകളാണ് വാരി വെച്ചിട്ടുള്ളത്. ചുറ്റിയൊന്ന് നിറയ്ക്കണം. ഇത് നമ്മൾ അടുക്കളയിലുണ്ടായ വേസ്റ്റ് അത് നമുക്ക് ഇതിനകത്തോട്ട് തട്ടിക്കൊടുക്കാം. മുട്ടയുടെ തോട്, വീണ്ടും കുറച്ച് മണ്ണിടാം.
കുറച്ച് കഞ്ഞിവെള്ളം. 2-3 ദിവസമായതാണ്. വീണ്ടും നമുക്ക് കുറച്ച് പപ്പായ വില കിട്ടിയതുകൊണ്ട് അതുകൂടെ. കാർബൺ കണ്ടന്റ്, കാൽസ്യം ധാരാളമായിട്ടുണ്ട് പപ്പായയിൽ. പിന്നെ നമുക്ക് നൈട്രജൻ കിട്ടാനായിട്ട് കുറച്ച് പുല്ല്. പെട്ടെന്ന് ഒരു 2 മാസം 60 ദിവസം 90 ദിവസത്തിനകത്ത് ഇതൊരു നല്ല ജൈവവളമായിട്ട് മാറും. എന്നിട്ട് നമുക്കിങ്ങനെ കൊട്ടി മാറ്റി വെക്കാം. ഒരാഴ്ച ഇങ്ങനെ ഇരുന്നിട്ട് അടുത്ത ആഴ്ചയാകുമ്പോൾ നമ്മൾ ഇതിനെ ചാക്കിനെടുത്ത് കമത്തി വെക്കുക. അപ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഇതിന്റെ പ്രോസസ്സ് നടന്ന് പെട്ടെന്ന് നല്ലൊരു ജൈവവളം, പൈസ ചെലവാക്കാതെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറിക്കും പിന്നെ പൂച്ചെടിയേക്കും വേണ്ട നല്ല ജൈവവളം നമുക്കിതിൽ നിന്നും കിട്ടും. ഇനി നാളെ മുതൽ നമ്മുടെ അടുത്ത് വേറെ പച്ചക്കറിയുടെ വേസ്റ്റ് എല്ലാം ഇങ്ങനെ ഓരോ ദിവസവും, ഇതിപ്പോ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കൂട്ടി വെച്ചിരുന്നതാണ്. മറ്റേ ഓരോ ദിവസം നമ്മൾ കൊണ്ട് തട്ടി അതൊരു ചാക്ക് നിറയുമ്പോൾ അങ്ങനെ കുറേ ചാക്ക് ആകുമ്പോൾ നമുക്ക് വളം വാങ്ങിക്കേണ്ട ആവശ്യം വരില്ല. നമുക്ക് ആവശ്യമുള്ള ജൈവവളം എല്ലാ മൂലകങ്ങളും ചേർന്ന് കിട്ടും. വേനൽക്കാലം ആയതിനാൽ നമ്മളെ വീട്ടിലെ മരങ്ങളിലും ചെടികളിൽ നിന്നുള്ള ഇലയും പൂവും കൊഴിയൽ, അടുക്കള വേസ്റ്റ് ഇങ്ങനെ ഒത്തിരി അങ്ങ് കൂടും. പക്ഷെ നമ്മൾ കുറച്ച് നമ്മുടെ തെങ്ങിനോ ഒക്കെ ഇട്ടാലും കുറച്ച് നമുക്ക് ചാരം വേണം. അപ്പോൾ കുറച്ച് നമുക്ക് കത്തിക്കാം. പിന്നെ നമ്മൾ ചെടി നടുമ്പോൾ ആദ്യത്തെ ഒരു ലെയർ നമ്മൾ ഇത് വേസ്റ്റാണ് ഇടുന്നത്, ഇലയും ഇതെല്ലാം. അതും കഴിഞ്ഞിട്ട് നമുക്ക് ജൈവവളവും കൂടെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരില്ല. നമ്മുടെ വീട്ടിലേക്കുള്ള ജൈവവളം നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യണേ. കൂടെ സബ്സ്ക്രൈബും ചെയ്യണേ. നന്ദി.